ചില ആളുകൾ സ്വർഗക്കാരന്റെ പണി ചെയ്യും. അവൻ പ്രവർത്തിച്ച് സ്വർഗവും അവനും ഏറ്റവും അടുത്തെത്തും. പക്ഷേ പെട്ടെന്നവൻ തെറ്റിപ്പോയി നരകത്തിൽ വീഴും. നിങ്ങളിൽ ചില ആളുകൾ നരകക്കാരുടെ പ്രവൃത്തി ചെയ്യും. കാഴ്ചക്കാരുടെ വിലയിരുത്തലിൽ അവൻ നരകക്കാരനാണ്. പക്ഷെ അവൻ നരകക്കാരനല്ല, അവൻ സ്വർഗക്കാരനാണ്. അവനവന്റെ അവസാന സമയമാകുമ്പോൾ ഹിദായത്ത് പ്രാപിച്ച് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മം അത് പ്രസക്താണ്. നമ്മളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രസക്തമാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ മരിക്കുന്ന സമയത്ത് ആരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, വഫീഹിൽ ഹസ്സു അലൽ ഇസ്തിആദതു ബില്ലാഹ്, ഈ ഹദീസിൽ പ്രേരണയുണ്ട്. എന്തിന് പ്രേരണയുണ്ട്? അൽ ഇസ്തിആദതു ബില്ലാഹ്, അല്ലാഹുവിനോട് രക്ഷ തേടാനുള്ള പ്രേരണയുണ്ട്. എന്തിൽ നിന്ന്? മിൻ സൂഇൽ ഖാതിമ, മോശപ്പെട്ട മരണത്തിൽ നിന്ന് പടച്ച റബ്ബിനോട് രക്ഷ തേടാൻ ഈ ഹദീസിൽ പ്രേരണയുണ്ട്. അതെന്താണ്? ചില ആൾക്കാർ നല്ല കർമ്മങ്ങൾ ചെയ്ത് അവസാന സമയത്ത് തെറ്റിപ്പോകും. ചില ആൾക്കാര് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാന സമയത്ത് നന്നായിട്ട് നേരെ സ്വർഗ്ഗക്കാരനാണ് മരിക്കും. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്, പടച്ചോനെ ഒരു സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട ഒരു പതനം എനിക്കുണ്ടാക്കല്ല റബ്ബേ എന്ന് പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എത്രയോ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു അല്ലെ? നിസ്കരിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നു, നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് മരിക്കുന്നു, ഹജ്ജിനായിരിക്കുക മരിക്കുന്നു അല്ലെ? ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ കർമ്മവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും ഏറ്റവും നല്ലതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ മമ്മിനിക്ക മാസങ്ങൾക്ക് മുമ്പ്, കൊല്ലങ്ങളായി ഉണ്ടാവും അല്ലെ, മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുത്ത് മണിക്കൂറുകളോളം യോഗത്തിലിരുന്ന് മടക്കയാത്രയിൽ വീട്ടിലേക്ക് എത്താൻ നേരത്താണ് ഒരു ഇന്നോവ കാർ വന്ന് അദ്ദേഹത്തിന്റെ ആക്റ്റീവ ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. അന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ തന്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം ഓതിയ ആയത്ത്, നമ്മുടെയൊക്കെ മരണവും ഹിസാബും തൊട്ടടുത്താണ്, പക്ഷെ നമ്മളൊക്കെ അശ്രദ്ധയിലാണ്. ഈ ആയത്തോതി ഉപദേശിച്ചിട്ടാണ് ആ ഒരു മീറ്റിംഗ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നത്. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ്. നോക്കൂ, എത്രയോ മനുഷ്യന്മാര് നന്മയിലായിരിക്കെ, നന്മയുടെ വഴിയിലായിരിക്കെ, നന്മയുടെ ആ ഒരു ജിഹാദിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോവാണ്. എന്നാൽ എത്രയോ ആളുകൾ ഈ നന്മയുടെ വഴി പ്രാപിച്ച് ഈ ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് മോശപ്പെട്ട അവസ്ഥയിൽ അല്ലെ, ബാറിൽ മരിച്ചു കിടക്കുന്ന, സിനിമാ ഹാളിൽ മരിച്ചു കിടക്കുന്ന, ഡാൻസ് കളിക്കുമ്പോൾ അറ്റാക്കായി മരിക്കുന്ന അല്ലെ, എത്രയോ അവസ്ഥകൾ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ആ ഒരു കാര്യം, എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് രക്ഷ തേടേണ്ടത് മോശപ്പെട്ട ഒരു മരണത്തിൽ നിന്നാണ്. കാരണം എന്താണ്? മൻ മാത അലാ ശൈഇൻ ബഅസഹുല്ലാഹു അലൈഹി, ഒരാൾ എന്തിനാണോ മരിച്ചത് അങ്ങനെയാണ് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഏതൊരവസ്ഥയിലാണ് ഒരാൾ മരിച്ചത് ആ അവസ്ഥയിലായിരിക്കും അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ് പറയുന്നത്. ഒരു മോഷണത്തിന്റെ സമയത്താണ് മരിക്കുന്നത്, അല്ലെങ്കിൽ വ്യഭിചരിക്കുമ്പോഴാണ് മരിക്കുന്നത്, സിനിമ കാണുമ്പോഴാണ് മരിക്കുന്നത്, ഹറാമായ ഒരു വഴിയിലായിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണോ ആ അവസ്ഥയിലായിരിക്കും ഒരാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അബൂദാവൂദും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അൽബാനി അതിനെ സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്, മരണത്തിന്റെ വേളയിൽ പിശാച് എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിൽ നിന്ന്, പിശാച് എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. കാരണം മരണത്തിന്റെ ലാസ്റ്റ് മൊമെന്റിൽ പോലും പിശാച് ഒരു മനുഷ്യനെ പഴിപ്പിക്കും. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടക്കുന്ന രംഗം ശിഷ്യന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആയിട്ടില്ല എന്ന്. ആളുകൾ ചോദിച്ചു എന്താണ്? അപ്പൊ അദ്ദേഹം പറയാണ്, ശൈത്താൻ എന്നോട് മന്ത്രിക്കുന്നു. എന്താണ് മന്ത്രിക്കുന്നത്? ഇമാം അഹ്മദ്, താങ്കൾ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ലല്ലോ, താങ്കൾ എനിക്ക് പഴിപ്പിക്കാൻ കിട്ടിയില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, പറയാനായിട്ടില്ല, കാരണം മരിച്ചിട്ടില്ല. അവസാനത്തെ മൊമെന്റുകൾ ബാക്കിയുണ്ട്, സെക്കൻഡുകൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ ആ സെക്കൻഡുകൾ മതിയാകും പിശാചിന് ഒരാളെ പിടികൂടാൻ. ആ ഒരു അർത്ഥത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദർക്കി ശഖാഇ എന്നൊരു പ്രാർത്ഥന. ഒരു പ്രാർത്ഥനയുടെ കഷ്ണമാണ്. ആ ദർക്കി ശഖാഇന്റെ അർത്ഥമായിട്ട് ഇമാം സുയൂത്തി അർത്ഥം കൊടുത്തിരിക്കുന്നത് അൽ മുറാദു ബിശ്ശഖാഇ സൂഉൽ ഖാതിമ, മനസ്സിലായില്ലേ? ദൗർഭാഗ്യം വന്നിറങ്ങുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അല്ലെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ശഖാഇ. ആ ഒരു ദർക്കു ശഖാഇന്റെ ഉദ്ദേശം സൂഉൽ ഖാതിമ, മോശപ്പെട്ട മരണം എന്നാണ് പറയുന്നത്. എത്ര കപ്പലുകളാണ് തീരമണയുന്നതിന്റെ തൊട്ട് മുമ്പ്
അല്ലെ കാറ്റ് മറിച്ചിട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഭംഗിയായി നമസ്കരിച്ചു. പക്ഷെ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് വുളു നഷ്ടപ്പെട്ടു. ആളുടെ നിസ്കാരം ബാത്തിലാണ്. നേരം വെളുത്ത് വൈകുന്നേരമാകും വരെ നോമ്പ് നോറ്റ് മഗ്രിബ് ബാങ്ക് കൊടുക്കും മുമ്പ് അയാൾ നോമ്പ് മുറിച്ച്. അത്രയും നേരം നോമ്പ് നോറ്റത് ബാത്തിലാണ്. ആയുസിന്റെ ഏറ്റവും നല്ല സമയം മുഴുവൻ പടച്ചറബിന് കൊടുത്ത് അവസാന സമയമാകുമ്പോൾ ആള് മോശമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഉംറിന്റെ അവസാന സമയം അത് ഏറ്റവും നല്ല അവസ്ഥയുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം മരിക്കുമ്പോൾ നസ്രാണിയായിട്ടാണ് മരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉമ്മു ഹബീബ ബിൻത് അബൂ സുഫിയാനെ അള്ളാന്റെ റസൂലാണ് കല്യാണം കഴിക്കുന്നത്. ഭർത്താവ് നസ്രാണിയായി മരിച്ചു, പക്ഷെ ഭാര്യ മുസ്ലിമാണ്. അവർക്ക് അല്ലാഹു വലിയ ഉന്നതി കൊടുത്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സൗഭാഗ്യം ഭാര്യയ്ക്ക് അല്ലാഹു കൊടുത്തു. പക്ഷെ ഭർത്താവ് മരിക്കുന്നത് നസ്രാണിയായിട്ടാണ് മരിക്കുന്നത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ സുഹൃത്തുക്കളെ, ഈ ദീനിലായിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോകാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് വേണം. കാരണം എപ്പോഴും മരണം സംഭവിക്കാം. ഇരുട്ടിലും വെളിച്ചത്തിലും മരണം സംഭവിക്കാം. യൗവനത്തിലും വാർദ്ധക്യത്തിലും മരണം സംഭവിക്കാം. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ മരണം സംഭവിക്കാം. അതുകൊണ്ട് ഏത് സമയത്തും ഫറസ്ദഖ് എന്ന കവിയുടെ ഭാര്യ മരിച്ചപ്പോൾ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തെ അവരെ കബറടക്കി തിരിച്ചു പോരുമ്പോൾ ഈ കവിയോട് ചോദിക്കുകയുണ്ടായി, മാദാ അഅദത്ത ലിഹാദൽ യൗം, ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈമാനും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇമാം ഹസൻ ബസരി അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ താങ്കൾ പതിവ്രതകളെ കുറിച്ച് അപവാദം പറയുന്നത്, താങ്കളുടെ കവിതയിലൂടെ പതിവ്രതകളെ കുറിച്ച് അപവാദം പറയുന്ന പ്രവർത്തനം താങ്കൾ നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതുപോലത്തെ ഒരു ദിവസത്തിന് വേണ്ടി എന്തൊരുക്കി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ടിൽ ഡെത്ത് വരെ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ വിശുദ്ധിയും ഫസാദാകാത്ത കോലത്തിൽ മുന്നോട്ട് പോകണം. ഷിർക്കിലും ഖുറാഫത്തിനും കഴിച്ചു കൂട്ടുന്നത് ഒരു മനുഷ്യന് സൂഉൽ ഖാത്തിമയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബിദ്അത്തിൽ തന്നെ തുടർന്നു പോകുന്നത് ഒരാളുടെ മരണം മോശമാകാനുള്ള കാരണമാണ്. കാരണം ബിദ്അത്ത് ചെയ്യുന്നവൻ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ഒരു പാപം ചെയ്യുന്നയാള് തൗബ ചെയ്യും, പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ആള് തൗബ ചെയ്യൂല. അടുത്ത കുറി നമുക്ക് മൗലിദാഘോഷം ഇതിനേക്കാൾ സൂപ്പറായിട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇത്തവണ മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് നിറഞ്ഞാടുകയാണ് തെരുവുകളിൽ. പ്രവാചക സ്നേഹമാണെന്ന് കേൾക്കുമ്പോൾ ലജ്ജയോടുകൂടെ ഒരു പുതപ്പിട്ട് മൂടി മാറി നിൽക്കേണ്ട ഗതികേടിലേക്കാണ് ഈ ഉമ്മത്തിലെ പുരോഹിതന്മാർ സാധാരണക്കാരായിട്ടുള്ള യുവാക്കളെയും വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ട്രെൻഡിനനുസരിച്ച് പ്രവാചക സ്നേഹം മാറി പറഞ്ഞപ്പോ ആഭാസമായി മാറിയിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇത് മാറ്റുമോ? കാരണം വലിയ പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചിട്ടാ ചെയ്യണത്. 2 ഈദിനേക്കാൾ മഹത്തരമായ കാര്യം എന്നാ പറയുന്നത്. പെരുന്നാളിന്റെ തലേ വെള്ളിയാഴ്ച പെരുന്നാൾക്ക് പള്ളിക്ക് എങ്ങനെ പുറപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മിമ്പറിൽ നിന്ന്. അതിനേക്കാൾ മനോഹരമായ ആദാബുകളാണ്. നേരത്തെ സുബഹിന്റെ മുമ്പ് കുളിക്കണം, അല്ലെ, പുത്തൻ ഉടുപ്പ് ധരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, അല്ലെ. ബിദ്അത്തായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മോശപ്പെട്ട മരണമുണ്ടാകും. പിന്നെ തെറ്റുകൾ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, തെറ്റുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റുകൾ അയാളുടെ ഹുസ്നുൽ ഖാത്തിമക്ക് തടസ്സമാകും. അയാളെ നല്ല മരണത്തിന് തടസ്സമാകും. ആ തെറ്റുകൾ അയാളെ മോശപ്പെട്ട മരണത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം, നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തൽ, ഹൃദയത്തെ ബാധിക്കുന്ന അഹങ്കാരവും കാപട്യവും അസൂയയും പകയും വിദ്വേഷവും ദേഹേച്ഛ കടിമപ്പെടലും തുടങ്ങിയിട്ടുള്ള അമ്രാദുൽ ഖുലൂബുകൾ മനുഷ്യനെ മോശപ്പെട്ട മരണത്തിലേക്ക് പതനത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതൊരു ഭാഗ്യമാണ്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അവനെ കൊണ്ട് അല്ലാഹു പണിയെടുപ്പിക്കും, അവൻ അല്ലാഹു നിയോഗിക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എങ്ങനെയാണ് ആ നിയോഗം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അയാൾക്ക് മരിക്കാൻ പറ്റും. നോക്കൂ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിനരാത്രങ്ങളാണ്, അല്ലെ. ഈ റബീഉൽ അവ്വൽ 12 നബി വഫാത്തായ ദിവസമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത വേദനയിൽ പ്രയാസപ്പെടുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ഉപ്പ എന്ത് വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ട്, ഫാത്തിമ, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്കിന് വേദനയില്ല കേട്ടോ മോളെ. മരിക്കാൻ കിടക്കുന്ന റസൂൽ പറയാണ്, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി ബാപ്പക്ക് വേദനയില്ല.
ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബഹിഷ്കരണങ്ങൾ, പീഡനങ്ങൾ, അല്ലെ, നാടുകടത്തലുകൾ, എന്തെല്ലാം തരത്തിൽ റസൂലുള്ളാഹി പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ മരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസമാണ്. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. അല്ലാഹു എന്റെ മരണം എല്ലാ ശർറിൽ നിന്നുമുള്ള ആശ്വാസമാക്കി മാറ്റണമേ. ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസം, ശാരീരിക പ്രയാസം, സാമൂഹിക പ്രയാസം, സാമ്പത്തികമായ പ്രയാസം, എന്തൊന്നില്ലാത്ത വേദനകൾ, അല്ലെ, ഇതെല്ലാം മാരകമായ രോഗം, ഇതൊക്കെ ക്ഷമിക്കാം. പക്ഷെ മരണം ഒരു ആശ്വാസമാക്കി തരണമേന്നാണ്. അത് ഒരു തൗഫീഖാണ്. അത് പടച്ചോൻ തരുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പൊ പള്ളിയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ ആ ഈമാനികമായ, അല്ലെ, ജമാഅത്തൊക്കെ കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ മനസ്സ് നമുക്ക് പുറത്തുണ്ടായിരിക്കണം, ജോലി സ്ഥലത്തുണ്ടായിരിക്കണം, വീട്ടിലുണ്ടായിരിക്കണം, എവിടെയായിരുന്നാലും ഉണ്ടായിരിക്കണം, സെൽഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. വിശുദ്ധിയോടെ, സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാലാണ് ഈ ഒരു നല്ല പര്യാവസാനം നമുക്കുണ്ടാവുക. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. ഖുർആൻ പറയും, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അദ്ദാലിമീൻ ويفعل الله ما يشاء يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ബിൽ ഖൗലി സാബിത്, അൽ ഖൗലു സാബിത്ത് കൊണ്ട് ദുനിയാവിലും പരലോകത്തും സ്ഥൈര്യം കൊടുക്കും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് സംഭവിച്ചാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു കളങ്കം ഉണ്ടാകരുത്. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല, ആരൊക്കെയോ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്തോ ഒരു ദുസൂചനയുണ്ട്, എന്തോ ഒരു ദുശകുനമുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു വേണ്ടാത്ത ചിന്തയും നമ്മുടെ മനസ്സിൽ കടന്നുകൂടാ. രാത്രി മഴ പെയ്തു, നേരം വെളുത്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നത്, അവർ എന്നിൽ അവിശ്വാസികളായിരിക്കുന്നു. ഇന്ന് നേരം വെളുത്തപ്പോൾ ചിലർ അവിശ്വാസികളായിരിക്കുന്നു, ചിലർ വിശ്വാസികളായിരിക്കുന്നു. മഴ കണ്ടിട്ട് വിശ്വാസി പറഞ്ഞത്, മുത്തർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വാസി പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ഇന്ന ഞാറ്റുവേല കൊണ്ട്. വിശ്വാസം പോയി. വിശ്വാസം കളങ്കമില്ലാതെ നമ്മുടെ ഹൃദയത്തിന്റെ ചില്ലുകൊട്ടാരത്തിനകത്ത് ഭദ്രമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അല്ലേ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ വീടിനെ നീ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിന്റെ ഹൃദയത്തിനകത്തെ ആ പള്ളിയിൽ അല്ലാഹുവിനെ അല്ലാതെ നീ ആരെയും ആരാധിച്ചുകൂടാ. ഹൃദയത്തിനകത്തൊരു പടച്ചോണ്ട്, ആ പടച്ചോനിലുള്ളൊരു വിശ്വാസം. അവനാണ് നമ്മുടെ ധൈര്യം, അവനാണ് നമ്മുടെ സഹായി, അവനാണ് നമ്മുടെ ആശ്രയം, അവനാണ് നമ്മുടെ വലിയ, അവനാണ് നമ്മുടെ മൗല, അവനാണ് നമ്മുടെ നസീർ. ആ വിശ്വാസം ഉറപ്പിച്ചാൽ സമാധാനത്തോടെ മരിക്കാം, ഖബറിൽ സ്വസ്ഥമായിട്ട് കഴിയാം, മലക്കയുടെ സ്വീകരണം കിട്ടിയിട്ട് യാത്രയാകാം. എല്ലാ തരത്തിലുമുള്ള ഖൈറാത്തുകൾ, എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യം നമ്മെ തേടിയെത്താനുള്ള കാരണമാണ് സഹോദരന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ ഉറപ്പിക്കാം, അതിൽ യാതൊരു കളങ്കവും ഉണ്ടാകാതിരിക്കാം. എന്നിട്ട് ആ ദീനിന്റെ വഴിയിൽ ഇസ്തിഖാമത്തോടെ മുന്നോട്ട് പോവാം. റമദാൻ വരുമ്പോൾ ഈമാൻ കൂടും. ആരെങ്കിലും ഉറ്റവരാരെയും മരിച്ചാൽ ഈമാൻ കൂടും, അല്ലെ, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഈമാൻ കൂടും, നമ്മുടെ ബിസിനസ് ഒന്ന് തകർന്നാൽ നമുക്ക് ഈമാൻ കൂടും. സിറ്റുവേഷൻ, അല്ലെ, പടച്ചവനുമായിട്ടുള്ള ബന്ധം ഇപ്പൊ സിറ്റുവേഷൻഷിപ്പാണ്. സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചാണ് പടച്ചവനുള്ള ബന്ധം, അല്ലെ. ഇപ്പൊ പുതിയ തലമുറ അവരുണ്ടാക്കിയ റിലേഷനാണ് സിറ്റുവേഷൻഷിപ്പ്. ഒരു യാത്രയിൽ ഒരാളെ പരിചയപ്പെടുക, അവർ തമ്മിൽ ഫ്രണ്ട്സ്, ആ യാത്ര കഴിഞ്ഞാൽ വിട്ട്, പിന്നെ അടുത്തൊരാള്, പിന്നെ അടുത്തൊരാള്, അവർ തമ്മിൽ എന്തും ആവും, എന്ത് ബന്ധവുമാവും. സിറ്റുവേഷൻഷിപ്പ് എന്നതിന് പറയാം. ഇതുപോലെ അള്ളാഹുമായിട്ടും സിറ്റുവേഷൻഷിപ്പാണ് ആളുകൾക്ക്. അങ്ങനെയല്ല. ഖുർആൻ പറയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു. സുമ്മ ഇസ്തഖാമു, പിന്നീട് ആ വഴിയിൽ അടിയുറച്ച് മുന്നോട്ട് പോയവർ, പ്രതിസന്ധി വന്നപ്പോൾ അങ്ങോട്ടോട് മാറിയവരല്ല, പ്രയാസം വന്നപ്പോൾ അങ്ങോട്ടോട് മാറിയവരല്ല, റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞ് ആ വഴിയിൽ ഉറച്ചു നിന്നവർ. തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ, മരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുക? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, പേടിയാ ഉണ്ടാവുക. മരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അധികം ഉണ്ടാവുക പേടിയാണ്. അതുകൊണ്ട് മലക്കുകളുടെ സുവിശേഷം, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി എന്നവരോട് പറയും. ആരോട്? ഇസ്തിഖാമത്തോടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരോട്. എന്തിനപ്പോ നമ്മളോട് 17 തവണ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിപ്പിച്ചത്? ദീന് തെറ്റിപ്പോവാതിരിക്കാനാ, അത് നശിച്ചു പോകാതിരിക്കാനാ.
അതിൽ വളർച്ചയുണ്ടാകാനാ. പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിലൂടെ എന്നെ വഴി നടത്തണമെന്ന് ആരാ പറയണത്? പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഒലു എടുത്ത് പടച്ചോന്റെ പ്രീതി ആഗ്രഹിച്ച് നടന്ന് പള്ളിയിൽ വന്നവനാണ് നെഞ്ചത്ത് കൈകെട്ടി വെച്ച് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തിന് പ്രാർത്ഥിക്കുന്നത്? ആ സിറാത്തുൽ മുസ്തഖീമിനാണല്ലോ ഉള്ളത്. പിന്നെ അതിലൂടെ വഴി നടത്തണമെന്ന് പറയാൻ കാരണം മരണം വരെ മുന്നോട്ട് പോണയില്. പിന്നെ ഇങ്ങനെ പോണ പോക്ക് ഇങ്ങനെ പോയാ പോരാ. മറിച്ച് എന്ത് വേണം? അതിൽ അഭിവൃദ്ധി വേണം. നമ്മളെല്ലാവരും ആലോചിക്കില്ല, എന്റെ ബിസിനസിന്റെ അവസ്ഥ എന്താണ്? കുറെ കാലത്ത് ഈ പോണ പോക്കാണ്, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒന്ന് ഉഷാറാക്കണം അല്ലെ? എന്റെ ശരീരം ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒന്ന് ഉഷാറാക്കണം. എന്റെ സൗന്ദര്യം ഒന്ന് ഉഷാറാക്കണം. എല്ലാം ഉഷാറാക്കണം എന്നാണ് ആഗ്രഹിക്കുക. വീടിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ഉഷാറാക്കണം. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദീന് ഉഷാറാക്കണം. അതിനാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പ്രാർത്ഥിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീനിന്റെ ആ വഴിയിൽ ഉറച്ചു നിൽക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരണത്തിനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താ? നിസ്കാരമാണ്. നിസ്കാരത്തെ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത് നല്ലൊരു മരണത്തിനുള്ള വിജയത്തിനുള്ള കാരണമാണ്. കാരണം പരലോകത്ത് ആദ്യമായി ഹിസാബിന് വരുന്നത് നിസ്കാരമാണ് അല്ലെ? മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ബർദൈൻ നമസ്കരിച്ചാൽ അവന് സ്വർഗമുണ്ട്. ഏതാ ബർദൈന്? അസറും സുബഹുമാണ്. അസറും സുബഹും അത് രണ്ടും നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ സ്വർഗമുണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂന്നാമത്തെ കാര്യം നിസ്കാരമാണ്. നാലാമത്തെ കാര്യം തഖ്വയാണ്. രഹസ്യത്തിനും പരസ്യത്തിനും തഖ്വ പാലിക്കുക. തിർക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഗുലൂവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറ, അത് ദാറുൽ ആഖിറത്താണ്, പരലോകത്തെ ഭവനം. ആർക്കുള്ളതാണത്? ലാ യുരീദൂ ലില്ലദീന ലാ യുരീദൂന ഗുലൂവൻ ഫിൽ അർദി വലാ ഫസാദ. ഭൂമിയിൽ കുഴപ്പവും അതിരുകവിച്ചിലും ആഗ്രഹിക്കാത്ത ആൾക്കാർക്കുള്ളതാണ്. ഏത്? സ്വർഗം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നല്ല പര്യവസാനം ഉണ്ടാവുക തഖ്വയുള്ളവർക്ക്. എന്താണ് സീക്രട്ട് ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ? അത് തഖ്വയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കാണ്, നബിയെ എനിക്ക് നിങ്ങളൊരു വസിയത്ത് തരണം. റസൂൽ അദ്ദേഹത്തോട് പറയാം, അലൈക ബി തഖ്വല്ലാഹ്, നീ തഖ്വയുള്ളവനായിക്കോ. ഫഇന്നഹാ ജിമാഉ കുല്ലി ഖൈർ, എല്ലാ ഖൈറും കൊണ്ടുവന്ന് നൽകുന്നത് തഖ്വയാണ്. എന്താ തഖ്വ? പടച്ചോൻ ഹറാമാക്കിയതിനോടൊരു പേടി. അതിലേക്ക് അടുക്കാൻ എന്തൊരു തടസ്സം. മനസ്സിലായില്ലേ? കുട്ടികളൊക്കെ പല വേഷം ധരിക്കുന്നുണ്ട്. ക്യാമ്പസിൽ എല്ലാവർക്കും കാമുകിമാരുണ്ട്. എല്ലാവരും ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ ലോകത്താണ്. പക്ഷെ നമുക്ക് എന്തോ അതിലേക്ക് അടുക്കാൻ ഒരു പേടി. ലഹരിയിലേക്ക് അടുക്കാൻ പേടി, പ്രണയത്തിലേക്ക് അടുക്കാൻ പേടി, മോശപ്പെട്ട കാഴ്ചകളിലേക്ക് പോകാൻ പേടി, മോശപ്പെട്ട തരത്തിലുള്ള വേഷങ്ങൾ ധരിക്കാൻ പേടി. പലതരത്തിലുള്ള ബിസിനസ്സുകൾ പല പേരിലും രംഗത്തുണ്ട്. പക്ഷേ ഹറാമാണോ ഹലാലാണോ എന്നത് നോക്കി മാത്രം ഇറങ്ങുന്ന ആ സൂക്ഷ്മത, അതിന്റെ പേരാണ് തഖ്വ. കണ്ണുമിഴിക്കുമ്പോൾ, കാത് തുറക്കുമ്പോൾ, മനസ്സ് ചിന്തിക്കുമ്പോൾ, നാവ് ചലിപ്പിക്കുമ്പോൾ, ലൈംഗികാവയം ഉപയോഗിക്കുമ്പോൾ, വയറ്റിലേക്ക് കുടിച്ചും ചവച്ചും ഇറക്കുമ്പോൾ അവിടെയൊക്കെ തഖ്വയാണ്. ആ തഖ്വയുള്ള ആൾക്ക് വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവനാണ് നല്ലൊരു പര്യവസാനം ഉണ്ടാവും. അപ്പൊ നല്ലൊരു മരണം ആഗ്രഹിക്കണമെങ്കിൽ തഖ്വ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം എന്താ അറിയോ? ഫിഅലു ത്വആത്ത് വ തർക്കു സയ്യിആത്ത്. പടച്ചോൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായി? ഞാനിപ്പോ ഈ ചിന്തിക്കുന്നതിന് എനിക്ക് പടച്ചോൻ കൂലി തരുമോ, ശിക്ഷ തരുമോ? ഞാൻ ഈ പറയുന്ന വാക്കിന് എനിക്ക് കുറ്റം കിട്ടുമോ? ഞാൻ ഈ കാണുന്നതിന് എനിക്ക് പടച്ചോൻ കൂലിയാണോ തരിക, അല്ല എനിക്ക് കുറ്റമാണോ കിട്ടുക? ഞാൻ ഇവിടേക്ക് പോയാൽ എനിക്കെന്ത് കിട്ടും? ഇവിടെ ഇരുന്നാൽ എനിക്കെന്ത് കിട്ടും? പടച്ചോന് പ്രീതിപ്പെട്ട അവന് അനുസരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. എല്ലാ പാപങ്ങളും വെടിയാം. കാരണം പാപങ്ങൾ നമുക്ക് ദുനിയാവിൽ ദുരന്തമാണ്, നമ്മുടെ മരണത്തെ മോശമാക്കുന്ന കാര്യമാണ് അല്ലെ? എന്നെങ്കിലും ഒരിക്കൽ ഒരാൾ ചെയ്യുന്ന പാപം അയാൾ വെടിഞ്ഞേ പറ്റൂ. ആളുകളെല്ലാം അവരുടെ ശീലങ്ങൾക്ക് അടിമയാണ്. ഞാൻ ഇതുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം എന്ന് പോലും ചിന്തിക്കാതെ ശീലിച്ചു പോയത് കൊണ്ട് ഫോൺ എടുക്കുന്നു, വെറുതെ സ്ക്രോൾ ചെയ്യുന്നു, എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു. എന്താ എനിക്ക് മെച്ചം? ഒന്നും ചിന്തിക്കണില്ല. പിന്നെ എന്താണ്? ശീലിച്ചു പോയി. ആ ശീലങ്ങൾ ഇങ്ങനെ അയാളുടെ റൊട്ടീൻ ലൈഫിലെ അയാളുടെ ഹാബിറ്റായിട്ട് മാറി, അയാളുടെ ലൈഫായിട്ട് മാറി. അതുകൊണ്ട് കടയിൽ പോകുന്നു, സിഗരറ്റ് വാങ്ങുന്നു, വലിക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത പാക്ക് വാങ്ങുന്നു, വലിക്കുന്നു. മൂപ്പരനെ അറിയുന്നില്ല വാങ്ങുന്നതും വലിക്കുന്നതും കുടിക്കുന്നതും ചെലവഴിക്കുന്നതും ഒന്നും അറിയാതെ അയാളുടെ ലൈഫ് അതായിട്ട് അങ്ങോട്ട് മാറി. അവസാനം എന്താ സംഭവിക്കുക? മരണം വരെ ആ പാപങ്ങളെ അയാൾ കൊണ്ടെത്തിക്കും. ആ പാപത്തിലായിരിക്കും അയാൾ മരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഖുർആൻ ചോദിക്കാണ്, അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്ത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. പാപങ്ങൾ പേറിയവരും
പടച്ചറബിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും അവരുടെ മരണവും അവരുടെ ജീവിതവും ഒരുപോലെ ആയിരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? മോശപ്പെട്ട ഒരു വിധി നിർണയം തന്നെയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ്? നല്ലൊരു മനുഷ്യനും ചീത്ത മനുഷ്യനും അയാളുടെ ജീവിതയുടെ മരണവും തുല്യല്ല. മറിച്ച് നന്മ ചെയ്തവനാണ് നല്ല മടക്കം, നല്ല ഒരു സ്വർഗീയമായ മടക്കം. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ കഫം പുടയേട്ട വരിക അല്ലേ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങ് ഇറങ്ങി വന്നാലും എന്ന് വിളിക്കുമ്പോൾ കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ആത്മാവ് മലക്കുകളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ കഫംപുടയിൽ പൊതിഞ്ഞ് ആകാശലോകത്തേക്ക് അവർ മാറും. ഓരോ ആകാശത്തുനിന്നും എണ്ണമറ്റ മലായിക്കത്തുകൾ അവരെ അനുഗമിക്കും. ഉപരിയിലെത്തി പടച്ചറബുമായി സംസാരിക്കും. സിദ്ദീഖാണവൻ, അവന്റെ രേഖ എല്ലീനിൽ രേഖപ്പെടുത്തു എന്ന് പറയും. അപ്പോഴേക്കൂടെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് റെഡിയാക്കി ഉണ്ടാവും. മനസ്സിലാണ്ടല്ലോ? ശരീരം ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി ആരെയും കാണാണ്ടോ, എല്ലാരും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേക്ക് ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ശരീരത്തിലേക്ക് വെച്ചിട്ടുണ്ടാവും. ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് പറയും, കൊണ്ടുപോയി വേഗം വേഗം വേഗം. എന്തിനാണ് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഗൾഫിൽ നിന്ന് ആൾ വരാണ്ടെന്നോ? ഒന്നും വേണ്ട, പോട്ടെ. നല്ല മയ്യത്തിന്റെ ആഹ്വാനതാണ്. ഗൾഫിൽ നിന്ന് ആൾ വരണ്ട, പോയിക്കോട്ടെ എന്ന്. അവിടെ പരലോകത്ത് നിന്ന് കാണാന്നുള്ള ഇവിടുത്തെ മൂപ്പരല്ലേ. ധൃതി പിടിക്കും, എന്നെ വേഗം കൊണ്ടുപോകും. ഖബറിലേക്ക് ആ ബോഡി വെക്കുന്നതോടെ ഖബർ കണ്ണെത്താ ദൂരം വിശാലമാകും. ഖബറിൽ സ്വർഗീയമായ വിരിപ്പുകൾ വിരിക്കും. സ്വർഗത്തിൽ നിന്ന് കവാടം തുറക്കപ്പെടും. സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗത്തിന്റെ പരിമളവും സ്വർഗത്തിന്റെ കുളിർക്കാറ്റും സ്വർഗത്തിന്റെ പ്രകാശവും അയാളുടെ ഖബറിലേക്ക് വമിക്കും. സുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അയാളുടെ സൽക്കർമ്മങ്ങൾ അവിടെ ഹാജരാക്കപ്പെടും. അയാളോട് വിളിച്ചു പറയും, നംകനൗമത്തിലാറൂസ്, മണവാളൻ ഉറങ്ങുന്നത് പോലെ സന്തോഷത്തോടെ നീ ഉറങ്ങിക്കോ. എവിടെ? ഖബറിൽ. ആ ഖബറിൽ കിടന്നവൻ എന്താ പ്രാർത്ഥിക്കറിയോ? പഠിച്ചോനെ, ഈ ഖബറിൽ ഇത്ര സുഖാണെങ്കിൽ പരലോകം പെട്ടെന്ന് നീ ആക്ക്, എനിക്ക് ആ സ്വർഗത്ത് പോകണം. എല്ലാ രാവിലെയും വൈകുന്നേരം സ്വർഗത്തിലെ ഇരിപ്പിടം ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ, കൊതിപ്പിക്കാൻ. അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് എത്താനുള്ള ധൃതിയാണ്. ഇതായിരിക്കണം സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ. ഇതിന്റെ നിറവിപരീതം നമുക്കറിയാലോ, പറയേണ്ടതില്ലല്ലോ. മലക്കുകൾ മോശപ്പെട്ട മുഖവുമായി ദണ്ടുകളുമായി ചീഞ്ഞളിഞ്ഞ ശവത്തേക്കാൾ ദുർഗന്ധം വമിക്കുന്ന നരകത്തിലെ കഫംപുടയുമായിട്ട് കടന്നു വരുന്ന എല്ലാ മലക്കുകളും ശപിക്കുന്ന ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു കെദ്ദാബ്, നീ കള്ളനാണ്, അവന്റെ രേഖ സിജ്ജീനിൽ രേഖപ്പെടുത്തു എന്ന് പറഞ്ഞ് പടച്ചറബ് പഴിക്കുന്ന, ആകാശത്തിനുപരി ആത്മാവിനെ വലിച്ചെറിയുന്ന, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ നലമുറയിട്ട് കരയുന്ന, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഖബർ കുടുസമാകുന്ന, നരകത്തിൽ നിന്ന് ഡോർ തുറക്കപ്പെടുന്ന, നരകത്തിലെ തീയാളി കത്തുന്ന വിരിപ്പുകൾ കൊണ്ട് പുതപ്പുകൾ കൊണ്ട് അവനെ പുതപ്പിക്കുന്ന കഠിനമായ ശിക്ഷ അല്ലേ? ഖബറിലുള്ള അത്രയും കഠിനമായ ശിക്ഷ ഞാൻ നരകത്ത് പോലും കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ദുഷിച്ച മരണം, സൽമരണം. ഏതാ നല്ല മരണം? മിംസിന്റെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ICUയിൽ കിടന്ന് മരിക്കുക, നല്ലൊരു മരണം. റോട്ടിൽ ടോറസിന്റെ അടിയിൽ കിടന്നിട്ട് തല ചതഞ്ഞരഞ്ഞ് മരിക്കുക, മോശപ്പെട്ട മരണം. ഇതാണ് ആൾക്കാരെ കാൽക്കുലേഷൻ. ഇതല്ല, ഇതിനപ്പുറത്തൊരു ആത്മീയ ലോകം, ഇതിനപ്പുറത്തൊരു ബർസഖിയായ ലോകം. ആ എൻട്രി മോശമായാൽ മോശമായി. അതുകൊണ്ട് ആ ഖബർ കണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, പാപങ്ങൾ വെടിഞ്ഞ് പടച്ചറബിന് പ്രീതിപ്പെട്ട കാര്യങ്ങളിലേക്ക് മടങ്ങാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, എന്തു ബലിയർപ്പിക്കേണ്ടി വന്നാലും ശരി, ഇന്നക ലൻ തദഅ ലില്ലാഹി ശൈഅ, നീ അല്ലാഹുവിന് വേണ്ടി ഒന്നും ഉപേക്ഷിക്കുന്നില്ല. അതിനേക്കാൾ ഹൈറായതൊന്നും പടച്ചറബ് നിനക്ക് നൽകിയിട്ടല്ലാതെ. കാണില്ലെന്ന് തീരുമാനിക്കാൻ, കേൾക്കില്ലെന്ന് തീരുമാനിക്കാൻ, പറയില്ലെന്ന് തീരുമാനിക്കാൻ, കഴിക്കില്ലെന്നും ചെയ്യില്ലെന്നും തീരുമാനിക്കാൻ നമുക്ക്, നമ്മൾ ഇപ്പൊ ധൈര്യം കാണിച്ചില്ലെങ്കിൽ നാളെ മരിക്കുമ്പോൾ ആൾക്കാർ പറയും, പഠിച്ചോനെ ഞാൻ മടങ്ങിക്കൊള്ളാം, ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം, ഞാൻ മുഅ്മിനായിക്കൊള്ളാം, ഞാൻ മൂക്കിനായിക്കൊള്ളാം, ഒരു ലൈഫ് കുറച്ച് സമയത്തേക്ക് തന്നാൽ മതി എന്ന് അവിടെ വെച്ചിട്ട് പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ചറബിന് അനുസരണയുള്ള ജീവിതം നയിക്കുക, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വൻ പാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതിലൂടെ നമുക്ക് നല്ല ഒരു മരണം കാഴ്ചവെക്കാം. റസൂലിനെ ഫോളോ ചെയ്യും. നമുക്ക് ഒരു മാതൃക അല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യും മനുഷ്യൻ, മറ്റുള്ളവരെ മോഡൽ ചെയ്യും. അതുകൊണ്ടാണ് മുടിയും ഡ്രസ്സും ഇതൊക്കെ നമ്മളതല്ലല്ലോ, നമ്മൾ വേറെല്ലോ ഇമിറ്റേറ്റ് ചെയ്യാൻ, മോഡലാക്കുകയാണ്. മനുഷ്യൻ അങ്ങനെ സ്വഭാവമാണ്. ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ അതിന് പിന്നാലെ അങ്ങനെ പോകും. ചിലപ്പോൾ അത് റോങ് വേ ആയിരിക്കും അല്ലേ, ശരിയായ വഴിയേക്കൊണമെന്നില്ല. പക്ഷെ ആളുകൾ ഇതൊക്കെ ശരിയാണ് വെച്ചിട്ട് ആൾക്കാരെ പിന്നാലെ അങ്ങനെ പോകും. നമുക്കൊരു മാതൃക വേണം.
അത് അള്ളാഹ്ക്ക് അറിയുന്നത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു മാതൃകയാക്കിയിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ, അവന്റെ പ്രീതി നേടാൻ, അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബിയെ പിൻപറ്റാൻ, നബി വരച്ചു കാണിച്ചെന്ന ഒരു മാർഗം, അത് പിൻപറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിക്കാം, ഒരു സംശയമില്ല. നബിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളെന്ന സാധാരണക്കാരല്ലേ, നബിക്ക് അത്രയൊക്കെ മതി, നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യണം എന്ന് വിചാരിക്കണ്ട. ഹദാ സിറാത്തി മുസ്തഖീമാ, ഇതാകുന്നു നേരായ വഴി. ഫത്തബിഊ വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ ഈ വഴിയെ പിൻപറ്റിയാൽ മതി, നാനാ ഭാഗത്തേക്കുമുള്ള വഴികളെ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. സ്വർഗത്തേക്കുള്ള വഴി കാണിച്ചു തരാനാ നബി വന്ന്, അല്ലെ? പിന്നെ നബിനേക്കാൾ അതിന്റെ മീതെ വേറെ ആരാള്? വേറെ ആരുമില്ല. റസൂൽ എന്താ പഠിപ്പിക്കാതെ പോയത്? എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിക്കട മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തന്നില്ലയോ? സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, അതേ റസൂലെ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാക്ഷിയാണ്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്. പടച്ചോനെ നീ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അതിലില്ലാത്ത ആചാരങ്ങളും ആഘോഷങ്ങളും ദിക്റുകളും ദുആകളും പരിപാടികളും ആളുകൾ കടത്തിക്കൂട്ടുമ്പോൾ പിന്നെ എന്താ റസൂലുള്ളാഹ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് എന്ന് പറഞ്ഞതിന്റെ മാന എന്താ? നമുക്കത് മതി, നമുക്ക് പ്രവാചകന്റെ വഴി മതി. ആ റസൂലിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് സ്നേഹിച്ച് അനുസരിച്ച് വിലക്കുകൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് നല്ലൊരു മരണം കാഴ്ചവെക്കാൻ പറ്റും. സൗബ റളിയല്ലാഹു അൻഹു വിഷമത്തോടെ നിൽക്കുക. റസൂൽ ചോദിക്കുക, എന്താ നിന്റെ മുഖത്തിന്റെ വർണ്ണമൊക്കെ മാറിയിട്ടുണ്ടല്ലോ? അദ്ദേഹം പറയാം, നബിയെ രോഗമല്ല, വേറെന്തെങ്കിലും പ്രശ്നം എന്നെ ബാധിച്ചിട്ടില്ല, ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹം ജനിക്കും. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, നിങ്ങളെ നോക്കും. നിങ്ങളെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സങ്കടം, ഞാൻ മരിച്ചുപോയാൽ, നിങ്ങൾ മരിച്ചുപോയാൽ, നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമ്പോൾ ഞാൻ എവിടെയോ ആയിരിക്കുമല്ലോ, നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ സ്വർഗത്തിന്. കാരണം നിങ്ങൾ നബിയല്ലേ, ഉന്നതമായ പൊസിഷനിലല്ലേ ഉണ്ടാവുക. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാതെ വന്നാലോ? ഈ ആലോചനയാണ് എന്നെ വിഷമത്തിലേക്ക് ആഴ്ത്തിയത്. ഈ സന്ദർഭത്തിലാണ് ആകാശലോകത്ത് നിന്ന് സൂറത്തു നിസാഇലെ 69-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് വിഷമിക്കണ്ട. അല്ലാഹുവിനെയും റസൂലിനെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുസരിച്ച് ജീവിച്ചോ, നിനക്ക് പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ പറ്റും എന്നാണ്. അതുകൊണ്ട് മരിക്കോളം ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുഅ്മിനായി മുവഹിദായി മുസ്ലിമായി മരിക്കാൻ നമുക്ക് പറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമാകുന്ന ഉറപ്പ് നിന്നെ ബാധിക്കുന്നത് വരേക്കും വഅബ്ദു റബ്ബക, നീ റബ്ബിനെ ആരാധിച്ചോ. എന്താ ആരാധന? അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ച് നാം ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും, അത് ഹൃദയം കൊണ്ടുള്ളതാകാം, നാവ് കൊണ്ടുള്ളതാകാം, ശരീരം കൊണ്ടുള്ളതാകാം, സമ്പത്ത് കൊണ്ടുള്ളതാകാം, എല്ലാം. അതുകൊണ്ട് നിന്റെ ജീവിതം നീ നിറച്ചോ. സുഹൃത്തുക്കൾ, നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഏറ്റവും വലിയ പണി എന്താ? ആരാധനയാണ്. പടച്ചോൻ നമ്മളോട് റിസ്ക് ചോദിച്ചിട്ടില്ല, പടച്ചോൻ നമ്മളോട് ആരാധനയാണ് ചോദിച്ചത്. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആരാധിക്കാനാണ് പഠിച്ചു നമ്മൾ വിട്ടു. ആൾക്കാർ പറയും തിരക്കാണ്, ജോലിയാണ്, അല്ലെ, മക്കളാണ്, ഫുള്ള് ബിസിയാണ്, ഇൻഷാ അല്ലാഹ് ചെയ്യണേ, ക്ലാസ്സിനൊക്കെ വരണേ, കുറച്ചൊക്കെ നല്ലന്റെ മാർഗത്തിലേക്ക് ഇറങ്ങണേ, താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ടൈറ്റാണ്. എപ്പോഴാ കുഞ്ഞോ ഈ ടൈറ്റ് മാറുക? മൂക്കിൽ വഞ്ഞിട്ടോ? ഈ ടൈറ്റ് ഇപ്പോ ലൂസാക്കിയില്ലെങ്കിൽ പിന്നെ അവസരമില്ല, അല്ലല്ലോ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ചോദ്യമാണ്. നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അത് ഞാൻ സെറ്റിൽമെന്റിന്റെ ടൈറ്റിലായിരുന്നു. എന്റെ ബിസിനസ്, എന്റെ ഫാമിലി, എന്റെ വീട്, എന്റെ മക്കള്, ഇതൊക്കെ സെറ്റിൽ ചെയ്യണ സമയമല്ലേ പഠിച്ചോനെ യൗവനം. അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വയസ്സായപ്പോൾ ഉംറക്ക് പോയി. പക്ഷെ അതന്നെ മര്യാദക്ക് നടക്കാനും പറ്റിയില്ല, പകുതിയോടെ വീണ് എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഈ സമയം നാളെ നമ്മളുണ്ടെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ദുനിയാവിലെ ആയുസ് എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. ഒന്ന് കഴിഞ്ഞു പോയ ദിവസം, അത് അതിന് നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റൂല, അത് കഴിഞ്ഞ്. രണ്ടാമത്തെ വരാനിരിക്കുന്ന ദിവസം, അത് എത്ര ഉണ്ട് നമുക്ക് പറയാനും പറ്റൂല, അതുകൊണ്ട് ഞാൻ എണ്ണത്ത് കൂട്ടൂല. പിന്നെ എന്താ ഉള്ളത്? അല്യോം, ടുഡേ, ഇന്ന്, അറ്റ് പ്രസന്റ് നാം എന്ത് ചെയ്യുന്നു, അതേ നമുക്കുള്ളൂ.
നാളെ എന്നുള്ള നമുക്ക് ആർക്കും കണക്കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പടച്ചോന് പരമാവധി ആരാധന ചെയ്ത് ജീവിക്കാം. ഹൃദയം ശുദ്ധമാക്കാം. ഹൃദയം ശുദ്ധമാക്കാം. അള്ളാഹ് നോക്കുന്ന ഹൃദയത്തിലേക്കാണ്. ഹൃദയം ശുദ്ധമാകുമ്പോൾ വാക്കും പ്രവൃത്തിയും ഡ്രസ്സും സാമ്പത്തികവും ഒക്കെ നന്നാവും. പിന്നെ പടച്ചോനിലേക്ക് നല്ലോണം തൗബ ചെയ്യില്ല. മൻ താബ വആമന വഅമില സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹ് പറയാണ്, ഇത് ശിർക്ക് ചെയ്താൽ, കൊലപാതകം നടത്തിയാൽ, വ്യഭിചാരം ചെയ്താൽ അതിന്റെ കുറ്റം അവർ അനുഭവിക്കും. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവനൊഴികെ. ആമന, അവൻ വിശ്വസിച്ചു. വഅമില സാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, എങ്കിൽ അവന്റെ പാപങ്ങളെ ഞാൻ നന്മയായിട്ട് മാറ്റിമറിക്കുന്നു. അവിടെ തൗബ ചെയ്യും. ഒരു തെറ്റും ചെയ്യാത്ത ആളാ നബി. ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് മരിക്കണതിന് മുമ്പ് നല്ലോണം തൗബ ചെയ്യാം. പടച്ചോന്റെ ശിക്ഷയെ ഭയക്കുക, പടച്ചോന്റെ റഹ്മത്ത് ആഗ്രഹിക്കുക, അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുക. ദുനിയാവ് എപ്പോഴും വിട്ടുപോകാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖവും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ഓർക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്കിറയിൽ പറയാണ്, ദിക്റുൽ മൗത്ത് ധാരാളമായി നടത്തിയാൽ അയാൾക്ക് 3 ഗുണങ്ങളുണ്ട്. ഒന്ന് തഅജീലു തൗബ, അയാൾ വേഗത്തിൽ തൗബ ചെയ്യും. മരിക്കണം എന്നുള്ള ബോധം ഉണ്ടായാൽ അയാൾ വേഗം തൗബ ചെയ്യും. 2 വഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിന് തൃപ്തി കൊടുക്കും. അല്ലാഹ് ഉള്ള സമ്പത്തിനും ഉള്ള ആരോഗ്യത്തിനും ഉള്ള അനുഗ്രഹങ്ങളിലും തൃപ്തി ഉണ്ടാവും. 3-മത്തേത് ഇബാദത്തുകളിൽ ഉന്മേഷം ഉണ്ടാവും. ഞാൻ മരിക്കേണ്ടവനാണ്, അതിന്റെ മുമ്പ് ഞാൻ ഒരുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനല്ലേ? നിസ്കരിക്കുമ്പോൾ എന്താ ചിന്തിക്കാൻ പറഞ്ഞ റസൂലുള്ളാഹ്? ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിക്കാൻ. സല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിടവാങ്ങുന്നവന്റെ നിസ്കാരം നിർവഹിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മരണചിന്ത 3 ഗുണങ്ങൾ നമുക്ക് നൽകും. 1 തൗബ വേഗത്തിലാക്കും. 2 ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റും. 3 ആരാധനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആവേശത്തോടെ ആരാധന ചെയ്യാൻ പറ്റും. ഈ ദിക്റുൽ മൗത്ത് ഒരാൾ മറന്നാലോ അയാൾക്ക് എന്താ സംഭവിക്കുക? അയാൾക്ക് സംഭവിക്കുന്നത് 3 ശിക്ഷയാണ് അയാൾക്ക് ഉണ്ടാവുക. 1 തസ്വീഫ് തൗബ, നന്നാകാം, നെക്സ്റ്റ് ടൈം അങ്ങനെ അയാൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. തസ്വീഫ്, പിന്നീടാകാം. 2-മത്തേത് തർക്കു റിദാ ബിൽ കഫാഫ്, ഉള്ളതിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഇഞ്ഞുണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സുണ്ടാവും. 3-മത്തേത് വത്തകാസുൽ ഫിൽ ഇബാദ, ആരാധനയിൽ അലസതയുണ്ടാവും, മടി ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിഷ്കളങ്കമായിട്ട് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ, നമ്മുടെ ദിക്റിന്റെ പ്രാർത്ഥനയുടെ ഖുർആനോത്തിന്റെ അവസ്ഥ. എത്ര പെട്ടെന്ന് ആൾക്കാർ നിസ്കരിച്ച് ഓടുക പള്ളിയിൽ നിന്ന്, അല്ലെ? കുറച്ചു നേരെ ആൾക്കാർ പള്ളിയിൽ ഇരിക്കുള്ളൂ. പള്ളിയിൽ കയറി എന്തോ ഒരു തിരക, പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. തകാസുൽ, മടിയാണ്. മടിയോടെ വന്ന് വേഗത്തിൽ ചെയ്തിട്ട് ഓടുകയാണ് ആൾക്കാർ. എവിടേക്കായി ഓടണേ? എവിടേക്കാന്നില്ലാതെ ഓടുകയാണ്. എവിടേക്കായി ഓട്ടം? കബർക്കാണ് ഈ ഓട്ടം. അതുകൊണ്ട് മരിക്കണമെന്ന ബോധമുള്ളവന് 2 ഗുണം ഉണ്ടാവും, 3 ഗുണമുണ്ടാവും. ആ ബോധമില്ലാത്തവന് 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷ ബാധിക്കുമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള എന്താ? നമ്മുടെ അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് നല്ലവരായിട്ട് ജീവിച്ച് നല്ലവരായി തന്നെ മരിക്കാൻ ഉള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം മരിച്ചാലും നിലനിൽക്കുന്ന അടയാളങ്ങൾ നമ്മൾ ബാക്കി വെക്കണം. റസൂൽ പറയുക, മാത്തൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. 1 ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ നിലനിൽക്കും. ഔ ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ് പഠിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുത്താൽ അത് ഉപകാരപ്പെടും. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങൾ. ഇത് 3ഉം നമ്മളിവിടെ മരിക്കണതിന് മുമ്പ് ഉണ്ടാക്കിയിട്ട് പോയാൽ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വരും. അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ കിട്ടാൻ കാരണം? ലിസ്തിഗ്ഫാരി വലദിക ലക, ഭൂമിയിൽ നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ? അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ദീന് പഠിപ്പിച്ച് ആ അദബിൽ പകർന്നു കൊടുത്ത് ആ തർബിയത്തും തസ്കിയത്തും കൊടുത്ത് ദീനീ ദഅവത്തിന്റെ മുന്നിൽ അവനെ നടത്തി അവനെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്ത് അവന്റെ ദീനീ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്നാലല്ലേ നല്ല ദീന് ഉള്ള മക്കൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നമുക്കൊരു അസറ്റാണ്. അറിവ് എത്ര കഷ്ടപ്പെട്ടാണ് പണ്ഡിതന്മാർ അറിവ് നേടിയത്, എത്ര കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർ അറിവ് നേടിയത്. നമുക്കിന്ന് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വന്നിരുന്ന് കേട്ട് പഠിച്ച് എഴുതിയെടുത്ത് പോയാൽ മതി. പക്ഷെ അതിന് പോലും ആൾക്കാർക്ക് ഒഴിവില്ല. അറിവ് പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അതിലൂടെ ആളുകൾ ഹിദായത്ത് പ്രാപിച്ചാൽ അത് അസറ്റാണ്. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്നതാണ്. സ്വദഖത്തുൻ ജാരിയാണ്, നിലനിൽക്കുന്ന സ്വദഖ. അത് നമുക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഈ പള്ളി നിർമ്മിച്ചാലും മരിച്ചാലും ഇവിടെ നടക്കുന്ന എല്ലാറ്റിനുമുള്ള കൂലി അയാൾക്കാണ്. ഇതിന്റെ പിന്നിൽ ഓടി നടന്നവർക്കാണ്. ഒരു മദ്രസ, ഒരു ഹിഫ്ള് കോളേജ്, അല്ലെ? ആളുകൾക്ക് വെള്ളമെടുക്കാൻ ഒരു കിണർ, ആളുകൾക്ക് വിശ്രമിക്കാൻ ഒരു ടെന്റ്,
പള്ളിയിലേക്കൊരു മുസ്ഹഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വെള്ളമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആളുകൾ വെള്ളം ഒഴുക്കി കൊടുക്കുക, ഇതൊക്കെ ജാരിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്ക് എന്തെല്ലാം അടയാളപ്പെടുത്താൻ സാധിക്കുമോ? ദഅവത്ത് ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്നതാണ്. പീസ് റേഡിയോ നിലനിൽക്കുന്ന കാലം അത്രയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പുണ്യമാണ്. നേർപഥം അതിനെക്കുറിച്ച് ആലോചിച്ചവർ, അല്ലെ, പ്രോഫ് ബോൺ അതിനെക്കുറിച്ച് ആലോചിച്ചവർ. നമ്മുടെ ഈ പ്രദേശത്ത്, ഈ പള്ളിയിൽ, ഈ മഹല്ലിൽ ഒരു QHLS ക്ലാസ് വേണം, ഒരു CRE വേണം, ഒരു അഖീദ ക്ലാസ് വേണം, ഇവിടെ ഒരു മദ്രസ വേണം, ഒരു ഹിഫ്ദ് കോഴ്സ് വേണം, ഇവിടെ ഒരു അൽഫിത്ര വേണം. ഇതൊക്കെ ആലോചിച്ചുണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് ആള് പെട്ടെന്ന് മരിച്ചു. പക്ഷെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലം അത്രയും അതിന്റെ ഫൗണ്ടർ എന്ന നിലക്ക്, ആ ആശയം പങ്കുവെച്ച ആളെന്ന നിലക്ക് അയാൾക്ക് ഇതിന്റെ ഒരു ഓഹരി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ലവരായി ജീവിക്കാനും നല്ല നിലക്ക് തന്നെ മരിക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മുടെ അജണ്ടയാണ്. പടച്ച റബ്ബിനോട് ആത്മാർത്ഥത നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല മരണം, മോശപ്പെട്ട മരണത്തിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ മരിച്ചാലും അവശേഷിക്കുന്ന കാര്യങ്ങൾ ബാക്കി വെച്ച് പോകാൻ നമുക്ക് പറ്റണം. നമുക്ക് ആവശ്യങ്ങൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ ആ ആവശ്യങ്ങൾ തീർന്നിട്ട് നമുക്കൊന്നിനും കയ്യിൽ കാശുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. കാരണം ദുനിയാവ് അത്രയും നമുക്ക് ഇവിടെ മുന്നിൽ പലതും ഇങ്ങനെ വിരിച്ചിട്ടിരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം പരലോകമാണെന്നും, ഞാൻ മരിച്ചാൽ എനിക്ക് ഖബറിൽ ഞാൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും, ഞാൻ പിടിച്ചു വെച്ചത് എനിക്ക് നഷ്ടം മാത്രമായിരിക്കുമെന്നും തിരിച്ചറിയുമ്പോഴാണ് ചിലവഴിക്കാൻ പറ്റിയ. ഖുർആൻ പറഞ്ഞു, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം പിടികൂടും മുമ്പ് നിങ്ങൾ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോളി. കാരണം മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, കുറച്ചു നേരത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ, ലഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തോളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടോളാം, കുറച്ച് സമയം തന്നാ മതി പടച്ചോനെ. എന്താ അല്ലാഹുവിന്റെ മറുപടി? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, സമയം എത്തിക്കഴിഞ്ഞ ഒരാളെയും പിന്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് മാക്സിമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ യൗവനം കൊണ്ടും നമുക്ക് ഈ ദീനിന് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുക അത് പരമാവധി ചെയ്യാം. മനസ്സിലായില്ലേ? നമ്മുടെ മുൻഗാമികൾക്ക് അങ്ങനെ ചില സീസണുകൾ വരുമ്പോൾ, ദുൽഹിജ്ജ ആദ്യത്തെ 10, റമദാൻ, ഇതൊക്കെ വരുമ്പോ ഇജ്തിഹാദൻ ശദീദ, കഠിനമായിട്ട് അധ്വാനിക്കുമെന്ന് അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആ ലിമിറ്റ് വരെ ചെയ്യുമായിരുന്നു പറയുന്നത്. അങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്താൽ എന്താ സുഹൃത്തുക്കളെ ഗുണം? സ്വസ്ഥമായിട്ട് ഖബറിൽ കിടക്കാം. മനസ്സിലായില്ലേ? പരലോകത്ത് എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുന്നവരായി സമാധാനത്തോടുകൂടെ പടച്ചവനെ കണ്ടുമുട്ടാം. സുഹൃത്തുക്കളെ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഖബർ കുടുസമാണ്, ശിക്ഷയാണ്, നരകമാണ്. ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂന്ന്? പറ്റൂല. ഏറ്റവും വലിയ പ്രതിസന്ധി മരണമാണ് പറയാൻ കാരണം അതാ. ഏറ്റവും വലിയ പ്രതിസന്ധി നരകമാണ് പറയാൻ കാരണം എന്താ അറിയോ? നരകത്തിന് പുറത്തു പോകാൻ കഴിയില്ല. നരകത്തിന് പുറത്തു പോകാൻ കഴിയില്ല. പുറത്തു പോകാൻ ശ്രമിച്ചാൽ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിടും. എന്നിട്ട് അവനോട് പറയും, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. പരലോകത്തെയും നരകത്തെയും വിചാരണയും ഒക്കെ മറന്നില്ലേ? അതുകൊണ്ട് അനുഭവിച്ചോ. നീ ചെയ്തതിനുള്ളത് മാത്രമാണ് ഈ നരകത്തിലുള്ളത്. സുഹൃത്തുക്കളെ, പിശാച് നമ്മെ ഹറാമിലേക്ക് എത്തിക്കും, നമ്മുടെ നന്മയുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കും. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഇട്ടു തരും. നമ്മുടെ മനസ്സിനെ അവൻ കൺട്രോൾ ചെയ്ത് അവന്റെ റിമോട്ടില് അവന്റെ ഒരു കളിപ്പാവയായിട്ട് നമ്മളിങ്ങനെ മാറും. അതിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. അതിന് ഇൽമും പ്രാർത്ഥനയും അമലും ഇഖ്ലാസും ഈമാനും സജീവമായിട്ടുള്ള ആരാധനകളും ത്യാഗങ്ങളും ദീനിന്റെ മാർഗത്തിൽ ചെയ്താലാണ് പിശാചിനെ തോൽപ്പിക്കാൻ നമുക്കാവുക. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.